യുക്രൈനിൽ കൊല്ലപ്പെട്ട മർച്ചന്റ് നേവി ജീവനക്കാരൻ അഖിൽ ജോയലിന്റെ വെള്ളരിക്കുണ്ട് AKG നഗറിലെ വീട് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാരും നോർക്കയും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള മുഴുവൻ നടപടികളും എത്രയും വേഗം സ്വീകരിക്കുന്നുണ്ടെന്നും കളക്ടർ കുടുംബത്തെ അറിയിച്ചു. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ വേഗത്തിൽ ബന്ധുക്കൾക്ക് കൈമാറും. അഖിലിന്റെ കുടുംബത്തിന് എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അഖിൽ ജോയിൻ്റെ മരണം കൺഫേം ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് എത്രയും വേഗം വീട്ടിലോട്ട് എത്തിക്കാന്നുള്ളതാണ്, ബോഡി എത്തിക്കാന്നുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അത് സംസ്ഥാന സർക്കാർ നോർക്കയും എംബസിയായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നടപടികൾ നടന്നു വരുന്നുണ്ട്. എത്രയും വേഗം ബോഡി എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ച് വരുന്നുണ്ട്. എത്ര വേഗം ഇപ്പോൾ വാറുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് അവിടെ ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ 2 ആഴ്ചയാണ് എടുക്കാറുള്ളതെന്നാണ് ME എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അതിനേക്കാളും മുന്നേ തന്നെ എത്രയും വേഗം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ബോഡി ഇവിടെ എത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ തന്നെ ചെയ്യും. കറക്റ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഫുള്ളായിട്ട് വീട് വരെ ഇപ്പോൾ ഫ്ലൈറ്റ് വഴി ബോഡി എത്തിച്ചിട്ട് ആംബുലൻസിൽ തന്നെ വീട്ടിലോട്ട് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് തന്നെ ചെയ്യും. എക്സ്പെൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ തന്നെ അതിൽ ചെയ്യും. നോർക്ക ഡിപ്പാർട്ട്മെൻറ്റും എംബസിയുമായിട്ടും എല്ലാവരുമായിട്ടും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയും വേഗം ഇതിൻ്റെ കൂടുതൽ